കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 9 RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ വാർത്തയാണ് പ്രധാന വാർത്തയായി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 7-നാണ് വിധിക്കുക. സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വിധിയോട് റിജിത്തിന്റെ അമ്മ പ്രതികരിച്ചത്. 19 വർഷം കാത്തിരുന്നു. മകന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി ലഭിക്കാൻ സന്തോഷമുണ്ട് എന്നാണ് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. സന്തോഷ്, കൊലപാതകം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷമാണ് റിജിത്ത് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ഈ കേസിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-ാം പ്രതിയായ അജേഷ് വിചാരണ നടക്കുന്ന വേളയിൽ മരിച്ചിരുന്നു. ശേഷമുള്ള 9 പ്രതികളും, അതായത് എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് വിധിച്ചിരിക്കുന്നത്. ഇതിലെ ഈ 9 പ്രതികൾ എന്ന് പറയുന്നത് സജീവ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരാണ്. RSS BJP പ്രവർത്തകരായ VV സുധാകരൻ, കൊത്തില താഴെവീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത്. മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ മാസം 7-ന് പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഈ കൊലപാതകം നടന്നത് 2005 ഒക്ടോബർ 3-നായിരുന്നു. അന്ന് രാത്രി 7:45 റിജിത്തും ഒപ്പം തന്നെ സുഹൃത്തുക്കളും കൂടി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി ഈ RSS BJP അക്രമി സംഘം അവിടെ പതിയിരിക്കുകയും മാരകായുധങ്ങളുമായി റിജിത്തിനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. റിജിത്ത് ഉൾപ്പെടെ 4 DYFI പ്രവർത്തകർക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. റിജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ തന്നെ റിജിത്ത് മരിച്ചിരുന്നു. ഈ വടിവാള്, അതോടൊപ്പം തന്നെ ഇരുമ്പ് വടി, കത്തി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായിട്ടായിരുന്നു റിജിത്തിനെയും മറ്റ് DYFI പ്രവർത്തകരെയും ഈ അക്രമി സംഘം ആക്രമിച്ചത്. അതിൽ ഈ റിജിത്തിൻ്റെ കൊലപാതകം നടക്കുന്നതിനുള്ള ഈ സംഭവത്തിന് പ്രധാനമായിട്ടുള്ള കാരണം അവിടെ ക്ഷേത്രത്തിൽ ശാഖ നടത്തുന്നത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വൈരാഗ്യത്തിലാണ് DYFI റിജിത്ത് ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകരെ ആക്രമിക്കുകയും റിജിത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് BP ശശീന്ദ്രനാണ് ഹാജരായി കേസ് വാദിച്ച് 28 സാക്ഷികളെ വിസ്തരിച്ചു. 59 രേഖകളും 50 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. എല്ലാ തെളിവുകളും ഹാജരാക്കി. ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുകയും ചെയ്തു. ഈ വിധി കേൾക്കുന്നതിനായി റിജിത്തിൻ്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ളവരും കോടതിയിൽ എത്തിച്ചേർന്നിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വിധി കേട്ടത്. നീതി കിട്ടിയെങ്കിലും കുടുംബത്തിൻ്റെ നഷ്ടം അപരിഹാര്യമായ നഷ്ടമാണ് എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് RSSൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും ക്രിമിനൽ രാഷ്ട്രീയം തുറന്നു കാട്ടുന്നതാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വർഗീയതക്കും മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയും ഒക്കെ നടത്തുന്ന വർഗീയതക്കെതിരായും നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിരവധി പേർ നിലനിൽക്കുമ്പോൾ CPMനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, റിജിത്തും മനുഷ്യനാണ്. ഇത്തരത്തിൽ പല തരത്തിലുള്ള കണ്ണൂരിലെ നിരവധിയായിട്ടുള്ള യുവാക്കളുടെ ജീവനാണ് RSS അക്രമി സംഘം എടുത്തതെന്നും MV ജയരാജൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും ഈ CPIM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ അത് ഒരു നിസ്സാര സംഭവമായി കാണുന്ന ഒരു രീതിയാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ളത് എന്നുള്ള കാര്യവും MV ജയരാജൻ ചൂണ്ടിക്കാട്ടി. CPIMനെതിരെ ആക്രമണം നടത്തുമ്പോൾ CPIMൻ്റെ ഇത്തരത്തിലുള്ള ഈ RSSൻ്റെ കൊലക്കത്തിക്ക് ഇരയായവരെ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോലും വലിയ വാർത്താ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകാത്ത കാര്യവും MV ജയരാജൻ ചൂണ്ടിക്കാട്ടി. ഏതായാലും 19 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിലൊന്നായ റിജിത്തിൻ്റെ കൊലപാതകത്തിൽ ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്.